ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ സിലബസിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിലബസാണ്. അപ്പോൾ നമുക്ക് ഓരോ സെമസ്റ്റർ വൈസ് നോക്കാം ഏതൊക്കെ പേപ്പറാണ് ഓരോ സെമസ്റ്ററിൽ ഉള്ളതെന്ന്. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ വന്നിട്ട് ഇതിൽ ടൈപ്പ് ഓഫ് കോഴ്സ്, അതേപോലെ തന്നെ കോഴ്സ് കോഡ്, അതോടൊപ്പം കോഴ്സ് നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കോഴ്സ് നെയിമിന് എങ്ങനെ നോക്കിയിട്ട് പോവാം. ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡിസിപ്ലിൻ കോർ എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഫസ്റ്റ്, ഇങ്ങനെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ സെക്കൻഡ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഇത് ലാംഗ്വേജ് കോറാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഇനി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സായിട്ട് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 4 പേപ്പറാണ് ഇതിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് കിടക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോൺറ ഫസ്റ്റ്, പോയട്രി ആൻഡ് ഡ്രാമ, പോയട്രിയെക്കുറിച്ചും ഡ്രാമയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഡ്യൂതാലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ. ആൻഡ് ഇനി ഇതിലെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഇവൻ സെമസ്റ്ററിലൊക്കെ നമുക്ക് കോഴ്സിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജും കൂടെ സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അറബി പഠിക്കാം, അതോടൊപ്പം ഹിന്ദി ആൻഡ് മലയാളം ആൻഡ് സാൻസ്ക്രിറ്റ്, ഈ ലാംഗ്വേജുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതോടൊപ്പം 4ാമത്തെ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, ഇതും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് റോസ്മാര ഹിന്ദി ആൻഡ് പ്രായോഗിക് മലയാളം ആൻഡ് സംസ്കൃതം പേപ്പറും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റാണോ പഠിക്കേണ്ടത്, ഏത് ലാംഗ്വേജ് ആണോ പഠിക്കേണ്ടത്, അതും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടലി 4 ലാംഗ്വേജ് അല്ലെങ്കിൽ 4 സബ്ജക്റ്റാണ് നമുക്ക് ഈ സെക്കൻഡ് സെമസ്റ്ററിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇതിൽ നമുക്ക് ഒരു 5 പേപ്പറാണുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള 5 പേപ്പറാണ്. ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോൺറ സെക്കൻഡ്, നേരത്തെ പറഞ്ഞിട്ടുള്ള പോയട്രി ആൻഡ് ഡ്രാമ കഴിഞ്ഞു, ഇനി വരുന്നത് പ്രോസ് ആൻഡ് ഫിക്ഷൻ. ആൻഡ് ദെൻ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ സെക്കൻഡ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഫസ്റ്റ് പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ തേർഡ് സെമസ്റ്ററിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പേപ്പറാണ് വരുന്നത്. ദെൻ ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് ഈസ് ദ തേർഡ് പേപ്പർ. ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഓക്കെ, ദെൻ ഹ്യൂമാനിസം ആൻഡ് ലോജിക്, ഇതൊരു കമ്പൽസറി കോഴ്സാണ് ഹ്യൂമാനിസം ആൻഡ് ലോജിക് വരുന്നത്. അപ്പോൾ ഈ ഒരു 5 പേപ്പറാണ് ഈ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ഉള്ളത്. ആൻഡ് ഇനി ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ഡിസിപ്ലിൻ കോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷാണ്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, യെസ് വി ആർ ദ ഇന്ത്യൻ പീപ്പിൾ, നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ആൻഡ് റീജിയണൽ ലിറ്ററേച്ചേഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ, യൂറോപ്യൻ ഫിക്ഷൻ, ദെൻ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷനിലോട്ട്. അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ് ഫോർത്ത് സെമസ്റ്ററിൽ വരുന്നത്. ഇനി മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ്, യെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ലിറ്ററേച്ചർ ഇൻ അറബിക്, ദെൻ ഹിന്ദി പാഠ്യ സാഹിത്യ ഓർ അനുവാദ്, ആൻഡ് ദെൻ മലയാള സാഹിത്യ മാതൃകകൾ, ആത്മകഥ, ജീവചരിത്രം, യാത്രാവിവരണം, അനുഭവ സാഹിത്യം, ഇതാണ് മലയാളത്തിൽ വരുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു സംസ്കൃതവും നമുക്ക് എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതേപോലെ തന്നെ ഒരു ഓപ്ഷനും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. യെസ്, നമ്മുടെ ചോയ്സിനനുസരിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് സബ്ജക്റ്റും ആണെങ്കിലും ഏത് ലാംഗ്വേജും ആണെങ്കിലും നമുക്ക് പഠിക്കാവുന്നതാണ്. ദെൻ
ഫിഫ്ത്ത് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് 4 പേപ്പർ കാണാൻ പറ്റും. ഇതിൽ ഒരു എലക്റ്റീവ് കോഴ്സ് കാണാൻ പറ്റും. ആ സീരിയൽ നമ്പർ സെക്കൻഡിൽ നമുക്ക് കാണാൻ പറ്റും ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ്. എലക്റ്റീവ് കോഴ്സസിൻ്റെ പ്രത്യേകത എന്താണ്? യെസ്, അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 2 എണ്ണമാണ് ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ എലക്റ്റീവ് കോഴ്സിൽ 2 എണ്ണം ചൂസ് ചെയ്യണം. അതിൽ ഡിസിപ്ലിൻ കോർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, ലാംഗ്വേജിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് ഒരു പേപ്പർ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ദെൻ ഇനി പറയാൻ പോകുന്നത് എലക്റ്റീവ് കോഴ്സിനെ കുറിച്ച്. ഇതിൽ 2 എണ്ണമാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. വിമൻസ് റൈറ്റിംഗ്, അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് ദ എൻവയോൺമെൻറ്റ്, വേൾഡ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് 2 പേപ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 2 എണ്ണം ചൂസ് ചെയ്യണം കേട്ടോ. ഇനി ജനറിക് എലക്റ്റീവ്, ലേണേഴ്സ് ക്യാൻ ചൂസ് എനി വൺ. ഇനി ഈ മൂന്നാമത്തേൻ്റെ പ്രത്യേകത, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലാംഗ്വേജ്, അത് തന്നെയാണ് സംഭവം. ഏതെങ്കിലും ഒന്ന് നമുക്ക്, അതായത് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കാണ് ഇവിടെ വരുന്നത്. ദെൻ ഹിന്ദി, ഒരു ആധുനിക മലയാള സാഹിത്യ ചരിത്രം, ആൻഡ് അതോടൊപ്പം ഒരു സംസ്കൃത പേപ്പർ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് അറിയാം, യെസ്, ആൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ നല്ലതെന്ന്. And we can choose what we need as our wish. And the skill enhancement course എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. യെസ്, വളരെ അത്യാവശ്യമായിട്ടൊരു പേപ്പറാണ് ഇപ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്കിൽ എൻഹാൻസ് ചെയ്യാവുന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ 5th സെമസ്റ്ററിൽ അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. ദെൻ ലാസ്റ്റ് 6th സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു എലക്റ്റീവ് പേപ്പർ കാണാൻ പറ്റും. എലക്റ്റീവ് പേപ്പറിൻ്റെ പ്രത്യേകത, ഈ 6th സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു പേപ്പറാണ് ചൂസ് ചെയ്യേണ്ടത്. നേരത്തെ 2 എണ്ണം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കുള്ളത് ഏതെങ്കിലും ഒരു പേപ്പർ നമുക്ക് എലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആണ് മെയിനായിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. ദെൻ എലക്റ്റീവ് വന്നിട്ട് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് internet technologies, banking, economic for everyday life, modernization of Kerala, introduction to the philosophy of Sri Narayana Guru, introduction to sociology. ഇത്രയും എലക്റ്റീവ് പേപ്പേഴ്സ് നമുക്ക് ലഭ്യമാണ്. ആൻഡ് അതോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എലക്റ്റീവ് പേപ്പർ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് നമുക്കൊരു പ്രൊജക്റ്റും കൂടെ ഉണ്ട്. 6th സെമസ്റ്ററിൽ എല്ലാ യൂണിവേഴ്സിറ്റീസിനെയും പോലെ തന്നെ ഇവിടെ നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഏത് ഭാഗമാണ് കുറച്ചുകൂടെ റിസർച്ച് ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഏതാണ് ഇനി നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്കില്ല് തെളിയിക്കാനുള്ള മേഖല എന്ന് ഇത്രയും പേപ്പർ പഠിച്ച് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ 6th സെമസ്റ്ററിൽ ലാസ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, യെസ്, എക്സാംസ് ഉണ്ടാവും. ദ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം വിൽ ബി ബേസ്ഡ് ഓൺ 2 മോഡ്സ്. 2 മോഡാണുള്ളത്. ഒന്ന് സാധാരണ നമുക്ക് അറിയാവുന്ന പോലെ ഇൻറ്റേർണൽ ഇവാലുവേഷനും അതോടൊപ്പം തന്നെ സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ 30 മാർക്ക്, 100ൽ 30 മാർക്ക് വരുന്നത് ഈ ഇവാലുവേഷൻ, ഇൻറ്റേർണൽ ഇവാലുവേഷനിലാണ്. ദെൻ അതോടൊപ്പം ഈ 70 മാർക്ക്, ബാക്കി 70 മാർക്ക് വരുന്നത് ഈ നമ്മൾ എക്സാം എഴുതിയിട്ട് വാങ്ങേണ്ട സാധനമാണ്. സോ ഇത്രയാണ് വളരെ ബ്രീഫായിട്ട് നമ്മൾ ഈ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ആൻഡ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഐ ബട്ടണിൽ പോയിട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. ആൻഡ് അതോടൊപ്പം ഈ ഒരു സാധനങ്ങൾ നന്നായിട്ട് നോക്കുക. ആൻഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ okay, thank you.